കുട്ടികളെ നമ്മൾ പഠിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് അവർ വരുന്നില്ല, അല്ലെങ്കിൽ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പലതരത്തിൽ നമ്മൾ ചിന്തിക്കും അല്ലേ. ഇത് അവരുടെ മടി കാരണമാണോ, അതോ ഇനി അവർക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും കുട്ടികൾക്ക് പഠിക്കുന്ന സബ്ജക്റ്റിനോടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ അവർക്ക് ബോറടിക്കുന്നതായിട്ട് തോന്നാം. അതും അല്ലെങ്കിൽ അറ്റൻഷൻ പ്രോബ്ലം, ആങ്സൈറ്റി, സ്ട്രെസ്സ്, സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾ ലേസിയാണ് അല്ലെങ്കിൽ അവർക്ക് ലേണിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് നമ്മൾ ലേബൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ കുട്ടിക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതാണോ, അതോ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പാറ്റേൺ ആണ്. അതായത് കുട്ടികൾക്ക് വായിക്കാനായിട്ടാണോ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്സ് പ്രശ്നമാവുന്നുണ്ട്, ഇതാണോ അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും അവർക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്കൂളിലും അവർ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ടീച്ചറുമായിട്ടും സംസാരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചതിന് ശേഷവും ഈ ഒരു പ്രശ്നം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം അവരുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതെന്ന് കൂടിയാണ്.